Next question. Find the Taylor series generated by f of x is equal to 1 by x minus 1 at x equal to 2. Where if anywhere does the series converges to f of x. So, f of x is equal to 1 by x minus 1 in the Taylor series ആണ് നമ്മളോട് ചോദിച്ചത് at x equal to 2. So, x0 is equal to 2 ആണ്. ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ given that f of x is equal to എന്താണ് f of x is equal to 1 by x minus 1 and x0 is equal to എന്താണ് തന്നിട്ടുണ്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് we have the Taylor series expansion. എന്താണ് Taylor series expansion sigma n ranging from 0 to infinity fn of x by n factorial into x minus x0 raised to n. That is f of x0 plus f dash x by 1 factorial into x minus x0 plus f double dash x0 by 2 factorial into x minus x0 etc. plus fk of x0 by k factorial into x minus x0 etc. Our Taylor series expansion. So, നമുക്ക് അപ്പോൾ f of x0, f dash of x0, f double dash of x0 ഒക്കെയാണ് കാണേണ്ടത് അല്ലേ. സോ അപ്പോൾ ഇതിനെന്താണ് f of x എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് f of x is equal to എന്താണ് 1 by x minus 1 അല്ലേ. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പം എങ്ങനെയാണ്? x minus 1 raised to minus 1 ഏതാണെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. സോ f of x is equal to x minus 1 raised to minus 1 എഴുതിയാൽ ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടും? f dash x is equal to x divide dx of x raised to n is equal to n into x raised to n minus 1. So, minus 1 into x minus 1 raised to minus 1 is equal to minus 2n. Okay. Then f double dash of x in the return. F double dash of x is equal to minus 1 into minus 2 into x minus 1 raised to minus 3 into അല്ലേ. ഓക്കെ ആണല്ലോ. സോ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതാം. minus 1 into minus എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, 1 into 2 എന്ന് പറയുമ്പോൾ എന്താണ് 2 factorial എന്ന് എഴുതാം. വെരി ഗുഡ്. into x minus 1 raised to minus 3. ഓക്കെ, then f triple dash of x is equal to എന്താ വരിക? ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 2 into അല്ലേ. അപ്പോൾ എന്ത് വരും? 2 into minus 3 into x minus 1 raised to minus 4 ആണല്ലോ. ദാറ്റ് ഈസ് എങ്ങനെയാണ്? അതുപോലെ ഈ മൈനസ് ഞങ്ങൾ ഔട്ട് സൈഡ് എടുക്കാം. ദെൻ 1 into 2 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 factorial into x minus 1 raised to minus 4. ഇൻ ജനറൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എഫ് എൻ എക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ജനറൽ ആയിട്ട് പോവുകയാണെങ്കിൽ എഫ് എൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്, ദെൻ സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്, അഗെയിൻ തേർഡ് ടേം ഈസ് പോസിറ്റീവ് ആൻഡ് ഫോർത്ത് ടേം ഈസ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആ നെഗറ്റീവ് വരുമ്പോൾ അവിടെ എന്താണ് ഒരു -1 ഒരു ഫാക്ടർ ഉണ്ടാവും. സോ -1 raised to n. ഓക്കെ, ദെൻ -1 raised to n ഇൻറ്റു ബാക്കി എന്താണ് ഫസ്റ്റ് ടേം ആകുമ്പോൾ f of x is equal to x minus 1 raised to -1. ദെൻ സെക്കൻഡ് ടേം ആയപ്പോൾ f dash x is equal to ഇതിനെ നമുക്ക് -1 into 1 factorial എന്ന് എഴുതാം. എഴുതിക്കൂടെ? വേണമെങ്കിൽ -1 into 1 factorial എഴുതാം. എന്തായാലും -1 തന്നെ എഴുതാം. അടുത്തതിൽ നോക്കൂ, 2 factorial. ഇപ്പം ഇവിടെ -1 സ്ക്വയർ എന്നായിരുന്നെങ്കിൽ -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പ്ലസ് തന്നെയല്ലേ. ദെൻ 2 factorial എന്നാണ്. ദെൻ തേർഡ് ടേമിൽ എന്താണ് 3 factorial എന്നാണ്. ഫസ്റ്റ് ടേമിൽ 1 factorial, സെക്കൻഡ് ടേമിൽ 2 factorial, തേർഡ് ടേമിൽ 3 factorial. ഇൻ ജനറൽ nth ടേമിലാവുമ്പോൾ എന്താണ് വരിക? n factorial. ഓക്കെ, -1 raised to n into n factorial into പിന്നെ എന്താണുള്ളത് x minus 1. ഈ ടേം ഇന്നെങ്ങനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ
ഇവിടെ നോക്കൂ, ഇവിടെ ഇത് n=0 എന്ന് പറയുമ്പോൾ ടേമാണ്. അപ്പോൾ ഇവിടെ -1 ആണ്. n=1 അല്ലേ, 1 ഫാക്ടോറിയൽ. നമ്മൾ n ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ ഇവിടെ 1 ഫാക്ടോറിയൽ, n=1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -2 ആണ്. n=2 ആയപ്പോൾ ഇവിടെ -3 ആണ്. n=3 ആയപ്പോൾ ഇവിടെ 4 ആണ്. സോ മൈനസ് എന്താ പറയാൻ പറ്റും നമുക്ക്, മൈനസ് എല്ലാത്തിലും മൈനസ് ഉണ്ട്. മൈനസ് എന്താണ് ശരിക്കും, 1 ആകുമ്പോൾ 2, 2 ആകുമ്പോൾ 3, 3 ആകുമ്പോൾ 4 എന്ന് പറയുമ്പോൾ -n+1. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ -1 എഴുതി. ദെൻ ഇവിടെ 1 ഫാക്ടോറിയൽ, 2 സെക്കൻഡ് ഡെറിവേറ്റീവ് ആയപ്പോൾ 2 ഫാക്ടോറിയൽ, തേർഡ് ഡെറിവേറ്റീവ് ആയപ്പോൾ 3 ഫാക്ടോറിയൽ. ഇൻ ജനറൽ nth ടേം ആകുമ്പോൾ n ഫാക്ടോറിയൽ. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം ആയപ്പോൾ ഇവിടെ -2 ആയിരുന്നു, സെക്കൻഡ് ടേം ആയപ്പോൾ -3, തേർഡ് ടേം ആയപ്പോൾ -4. ഇൻ ജനറൽ nth ടേം ആയപ്പോൾ -n+1. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ ടേം നമ്മൾ എന്ത് എഴുതി, fnx =-1 raised to n into n factorial into x minus 1 raised to n+1. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, f(x0) f'(x0) അല്ലേ. അതായത് നമുക്കിവിടെ x0 എത്ര എന്താണെന്ന് വെച്ചിട്ടുണ്ട്, x0 = 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഓരോ എക്സ്പ്രഷനിലും എക്സിന് എന്ത് കൊടുക്കണം, ഇപ്പോൾ x=2 എന്ന് കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എന്താ വേണ്ടത് നമുക്ക്, f(2) അല്ലേ, 0 = 2 ആയതിന് f(2) എന്താ വരിക, 2 - 1 raised to -1 എന്ന് പറഞ്ഞാൽ 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 raised to -1 എന്ന് പറഞ്ഞാലൊക്കെ എന്തിനാണ്, 1/1 raised to 1 എന്നൊക്കെ എഴുതേണ്ടി വരും. അങ്ങനെ എഴുതേണ്ട ആവശ്യം =1. ഓക്കെ, നെക്സ്റ്റ് f'(2) എന്തിനാണ്, f'(x) -1 into 1 factorial into x minus 1 raised to 1. അതായത് -1 into 1 factorial എന്ന് പറയുമ്പോൾ മൈനസ് തന്നെയാണ്, -1 ആണ്. ദെൻ 2 - 1 raised to -2 അല്ലേ, 2 - 1. അതായത് എല്ലാ ടേമും 2 - 1 തന്നെയാണ് വരിക. ഇതിലെന്ത് വരും, 1 raised to -1, 1 raised to -2, 1 raised to -3, 1 raised to -4. എന്തായാലും എന്ത് തന്നെയാണ്, 1 raised to -1 എന്ന് പറയുമ്പോൾ 1/1, 1 raised to -2 എന്ന് പറയുമ്പോൾ എന്താണ്, 1/1² എന്നാണ് അല്ലേ. സോ എന്തായാലും എന്ത് തന്നെയാണ്, 1/1², 1/1³ എങ്ങനെ പറഞ്ഞാലും എന്ത് തന്നെയാണ് വരിക, 1 തന്നെയാണ് ആ വാല്യൂ വരിക. ഓക്കെ, സംശയമില്ലല്ലോ. that is equal to +1 തന്നെയാണ് വാല്യൂ വരിക. എക്സ്ട്രാ ഇവിടെ ആ എ എന്നുള്ള ടേം എന്താണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. അതായത് ഇവിടെ ഈ ഫാക്ടോറിയൽ ഇല്ല, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടെ എന്ത് വരും, -1 എന്ന് വരും. ഓക്കെ, ദെൻ f'(2) f'(x) = 2 factorial into x minus 1 raised to -3 ആണ്. സോ 2 factorial into 2 - 1 raised to -3, this term is equal to 1 ആണ്. സോ 2 factorial എന്ന് നമുക്ക് f'(2) എന്ത് വരും, -3 factorial into 1 വരും അല്ലേ. സോ -3 factorial എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് fn(2) എന്ത് എഴുതാൻ പറ്റും, fn(2) എന്ത് എഴുതാൻ പറ്റും, -1 raised to n into n factorial അല്ലേ. ഈ എക്സ്പ്രഷൻ എന്തായാലും എന്താണ് നമ്മൾ പറഞ്ഞത്, 1 ആണ്, +1 ആണ്. സോ ഇൻ ജനറൽ fn(2) -1 raised to n into n factorial ആണ്. Hence the Taylor series generated by f(x) = 1/x minus 1 at x0 = 2 is given by എന്താ കിട്ടും നമുക്ക് ഇവിടെ, f(x0) എന്ന് എടുത്ത് നമുക്ക് എന്താണ്, f(2) plus f'(2) by f'(1 factorial into x minus 2. ഓക്കെ, അതുപോലെ f'(x0) എന്ന് എടുത്താൽ നമ്മൾ എന്ത് കൊടുക്കും, 2 കൊടുക്കും. f'(2/1 factorial into x minus 2 plus f'(2/2 factorial into x minus 2 whole square plus f'(2/3 factorial into x minus 2 cube etc. plus generate nth term എഴുതണമെങ്കിൽ fn(2/n factorial into x minus 2 raised to n etc. is equal to എന്താ വരിക, which is equal to f(2) is equal to എന്താണ് പറഞ്ഞത് നമ്മൾ 1 ആണ്. 1 plus f'(2) എന്ന് പറയുമ്പോൾ -1 ആണ്. -1/1 factorial into x minus 2
പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫാക്ടോറിയൽ ആണ്. 2 ഫാക്ടോറിയൽ ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2. Then by 2 factorial into x minus 2 whole square. Then f double dash of f triple dash of 2 എന്ന് പറഞ്ഞാൽ minus 3 factorial എന്നാണ്. സോ minus 3 factorial by 3 factorial into x minus 2 cube etc. ഇങ്ങനെ വരും. ഓക്കെയാണല്ലോ. 1 minus 1 by 1 factorial into x minus 2 plus 2 factorial by 2 factorial into x minus 2 square minus 3 factorial by 3 factorial into x minus 2 cube etc. Okay. ഈ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നു അല്ലേ? ഇവിടെ 1 2 factorial 2 factorial 3 factorial 3 factorial ഒക്കെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി എന്താ വരിക? 1 minus x minus 2 ദിസ് ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് വരും? ഇവിടെ പ്ലസ് ആണ്. പ്ലസ് x minus 2 സ്ക്വയർ minus x minus 2 whole cube etc. Okay. But Euler series generated by f of x is equal to 1 by x minus 1 at x is equal to 2 is given by 1 minus x minus 2 plus x minus 2 square minus x minus 2 whole cube etc. ആണെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചത് ടൈലർ സീരീസ് കൺവേർജൻ്റ് ആണോ? കൺവേർജൻ്റ് ആണെങ്കിൽ അത് എവിടെയാണ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജൻ്റ് ആവുക എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ഈ സീരീസ് പെട്ടെന്ന് പറയാൻ പറ്റും നമുക്ക് കൺവേർജൻ്റ് ആണോ അല്ലേ. അതായത് നോക്കൂ, 1 മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 2 സ്ക്വയർ. ഇത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു സീരീസാണ്. ഇത് ഏത് സീരീസാണ്? ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1 അല്ലേ? ആൻഡ് കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എന്താണ്? മൈനസ് എക്സ് മൈനസ് 2 ചെയ്യുമ്പോഴാണ് മൈനസ് എക്സ് മൈനസ് 2 ചെയ്യുക. ഈ മൈനസ് എക്സ് മൈനസ് 2യുടെ കൂടെ അഗെയിൻ മൈനസ് എക്സ് മൈനസ് 2 ചെയ്യുമ്പോൾ പ്ലസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആവും. ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2 ചെയ്യുമ്പോൾ മൈനസ് എക്സ് മൈനസ് 2 ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് മൈനസ് എക്സ് മൈനസ് 2 ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്. So it is a geometric series with the first term is equal to 1 and the common ratio is equal to minus of x minus 2. Okay. അപ്പോൾ നമുക്ക് എന്തറിയാം? ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഒരു ജോമെട്രിക് സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് കോമൺ റേഷ്യോ ഈസ് ലെസ് ദാൻ 1. അല്ലേ? കോമൺ റേഷ്യോ ആർ ഈസ് ലെസ് ദാൻ 1 ആവുന്ന കേസിന് മാത്രമാണ് ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആവുക. ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദി സീരീസ് ഈസ് കൺവേർജൻറ്റ്. ഇവിടുത്തെ കോമൺ റേഷ്യോ ആർ എന്ന് പറയുമ്പോൾ ഇതാണല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് ആർ ഈസ് ലെസ് ദാൻ 1 ആവുന്ന കേസിലാണ് എന്തുള്ളത്? നമുക്ക് ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. എന്താണ് ഇവിടുത്തെ കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കിട്ടി. ദെൻ വി നോ ദാറ്റ് a geometric series is convergent if modulus of r is less than 1. So we get modulus of x minus 2 is less than 1. Okay. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടാം നമുക്ക്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ ബി. അങ്ങനെ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? ശരിക്കും മൈനസ് ബി ലെസ് എക്സ് മൈനസ് എ ലെസ് ദാൻ ബി എന്ന് എഴുതും. ഇത് നമ്മൾ ഈ പ്ലസ് എ കൊണ്ട് ഇവിടെ രണ്ടിലായിടത്തും ആഡ് ചെയ്യും. അതായത് എ മൈനസ് ബി, ഇവിടെ എ ആഡ് ചെയ്യുമ്പോൾ ഇതിന് മൈനസ് എക്സ് ലെസ് ദാൻ എ പ്ലസ് ബി. ഇങ്ങനെയാണ് എഴുതാം കേട്ടോ. അപ്പോൾ അതേപോലെ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? നമുക്ക് -1 ലെസ് ദാൻ എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ 1 എന്ന് വരും. ദെൻ ഒരു പ്ലസ് 2 ആഡ് ചെയ്ത് എന്ത് വരും? 2 - 1 ഈസ് ലെസ് ദാൻ, ഇവിടെ 2 - 2 ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ് ഈസ് ലെസ് ദാൻ 2 + 1. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ദാറ്റ് ഈസ് for 1 less than x less than 3 this Taylor series is convergent. Okay. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ചെയ്ത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x minus 1 എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നു. അതിൻ്റെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ് എന്ത്? 1 മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഹോൾ ക്യൂബ് എക്സെട്ര. ഇതിന് ജനറൽ ടേം ചെയ്താണെങ്കിൽ എന്താ കിട്ടുക? പ്ലസ് -1 raised to n അല്ലേ?
ഇൻറ്റു എക്സ് മൈനസ് 2 റേസ് ടു നമുക്ക് ഫസ്റ്റ് ടേം ആയപ്പോൾ ഇവിടെയുള്ള സെക്കൻഡ് ടേം ആയപ്പോൾ എക്സ് മൈനസ് 2 റേസ് ടു 1 ആണ്. തേർഡ് ടേമിൽ എക്സ് മൈനസ് 2 റേസ് ടു 2 ആണ്. ഫോർത്ത് ടേമിൽ എക്സ് മൈനസ് 2 റേസ് ടു 3. അപ്പോൾ ഒരു മൈനസ് ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് എൻ മൈനസ് 1 മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു എക്സ് മൈനസ് 2 റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. Since it is a geometric series with the first term is equal to 1 and common ratio is equal to minus 6/2, we know that a geometric series is convergent if modulus of r is less than 1 and hence modulus of x minus 2 is less than 1. From that we get 1 is less than x is less than 3. That is, this Taylor series is convergent if 1 is less than x less than 3. Okay, that 3 ആണ് ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. So next question, find Maclaurin series for f of x is equal to ln of 1 plus x. Also find Taylor polynomials of order 0, 1, 2 and 3 generated by f at 0. Okay, അപ്പോൾ നമുക്ക് Maclaurin series എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? Maclaurin series is the Taylor series generated by f at x0 is equal to 0 അല്ലേ. നമ്മൾ ടൈലർ സീരീസിൻ്റെ എക്സ്പ്രഷനിൽ x0ക്ക് 0 എന്ന് പുട്ട് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ന് പറയുന്നത് മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ് മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ എഫ് കെ ഓഫ് 0 ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു കെ അല്ലേ. ഇതാണ് നമ്മുടെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ അല്ലേ. ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus f triple dash of 0 by 3 factorial into s cube plus etc. Here given that f of x is equal to ln of 1 plus x. Okay. Then f dash x f dash x is equal to 1 by 1 plus x. Okay. Then f double dash x is equal to differentiate ചെയ്യാൻ ഈസിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1 plus x raised to minus 1. So f double dash x എന്ന് പറയുമ്പോൾ minus 1 into 1 plus x raised to minus 2 അല്ലേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് minus 1 by 1 plus x square എഴുതാം. എഴുതിക്കൂടെ. Then if double triple dash of x is equal to minus 1 into minus 2 into 1 plus x raised to minus 3 അല്ലേ. ഇതിന് വേണമെങ്കിൽ എഴുതാം minus 1 into minus 2 എന്ന് പറയുമ്പോൾ plus 2 എന്നാണ്. സോ നമുക്ക് 2 factorial by 1 plus x cube എഴുതാം. ഇത് സ്റ്റോറിയുടെ ഡിഫറൻഷ്യലും കൂടെ കണ്ടു നോക്കിയാൽ f4 of x is equal to minus 1 into minus 2 into minus 3 into 1 plus x raised to minus 4 അല്ലേ. That is എന്ത് കിട്ടും നമുക്ക് minus 3 factorial by 1 plus x raised to 4 കിട്ടും. ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതി നോക്കാം. എഫ് എൻ എക്സ് എന്താ കിട്ടുക? ജസ്റ്റ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഒരു -1 റേസ് ടു എഴുതാം നമുക്ക്. അപ്പോൾ -1 റേസ് ടു n എഴുതിയാൽ കിട്ടുമോ? -1 റേസ് ടു n എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? n ഈവൻ ആവുന്ന കേസിൽ നമുക്ക് വാല്യൂ +1 എന്നും n ഓഡ് ആവുന്ന കേസിൽ നമുക്ക് വാല്യൂ -1 എന്നാണ് കിട്ടുക. പക്ഷെ നമുക്കിവിടെ നോക്കും n = ഓഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ പക്ഷെ പോസിറ്റീവ് ആണ്. n ഈവൻ ആകുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ എല്ലാ കേസിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് -1 റേസ് ടു n എന്ന് എടുത്താൽ ശരിയാവില്ല. -1 റേസ് ടു n - 1 അല്ലെങ്കിൽ n+1 ഏതെങ്കിലും ഒന്ന് എടുത്താലേ ഉള്ളൂ ശരിയാവും. ഓക്കെ, പലതും മനസ്സിലായില്ല. -1 റേസ് ടു n എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ശരിയായി വരില്ല. -1 റേസ് ടു n - 1 എന്ന് എടുക്കുക. ദെൻ ഇവിടെ എന്താണ് ഈക്വൽ ടു ഇവിടെ എഫ് ഡാഷ് എക്സ് ആയപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 0 ഫാക്ടോറിയൽ എഴുതാം. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ശരിക്കും ഇത് -1 into 1 ഫാക്ടോറിയൽ എഴുതാം നമുക്ക്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞപ്പോൾ 2 ഫാക്ടോറിയൽ ആണ്. എഫ് റൈസ് ടു 4 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ആണ്. അതായത് ഇവിടെ n ആകുമ്പോൾ ഇവിടെ എന്താണ് n - 1
ഫാക്ടോറിയൽ ആണ്. ഓക്കെ, n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ത് വരും 1 പ്ലസ് എക്സ് റൈസ് ടു. സോ ജനറൽ ടേം ഈസ് fnx is equal to -1 raised to n-1 into n-1 factorial by 1 plus x raised to n എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെയൊക്കെ എക്സിന് 0 കൊടുത്ത വാല്യൂസ് ആണ് വേണ്ടത്. അപ്പോൾ എന്താ വരിക? f of 0 is equal to x equal to 0 എന്ന് കൊടുത്താൽ ln of 1 which is equal to 0. Then f dash of x is equal to 1 by 1 plus 0 is equal to 1. f double dash of 0 is equal to എന്ത് വരും? ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. ഇവിടെ -1 ഫാക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ -1 എന്ന് വരും. f triple dash of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, f triple dash of f raised to 4 of 0 is equal to -3 factorial. Okay, in general fn of 0 is equal to എന്താ വരും? നമുക്ക് fn of 0 എന്ന് പറയുമ്പോൾ ഈ ടേം എപ്പോഴും +1 ആണ്. സോ -1 raised to n-1 into n-1 ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് ഇതിലൊന്ന് വാല്യൂസ് കൊടുത്ത് നോക്കാം. Hence the Maclaurin series generated by f of x is equal to ln of 1 plus x is given by f of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 plus f dash of 0 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1 by 1 factorial into x plus f double dash of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 factorial by 2 factorial into x square plus f triple dash of 0 f double dash of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ് കേട്ടോ. സോറി -1 by 2 factorial into x square. f triple dash of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 factorial by 3 factorial into x cube. നെക്സ്റ്റ് f raised to 4 of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? -3 factorial by ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? 4 factorial into x raised to 4 plus etc. Okay, which is equal to 0. എന്താണ്? 1 by 1 ഫാക്ടോറിയൽ പറയുമ്പോൾ 1 തന്നെയാണ് ഈ x. എന്താണ്? -2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ആണ്. 1 by 2 into x സ്ക്വയർ. ഇവിടെ 2 ഫാക്ടോറിയൽ by 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 into 3 ആണ്. സോ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ? 3 ഉണ്ടാവുള്ളൂ. സോ പ്ലസ് 1 by 3 into x ക്യൂബ്. നെക്സ്റ്റ് ടേം എന്താ? 3 ഫാക്ടോറിയൽ by 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ -1 by 4 into x raised to 4. So the Maclaurin series of f of x is equal to log 1 plus x is given by x minus x square by 2 plus x cube by 3 minus x raised to 4 by 4 into etc. So ഇതൊരു എപ്പോഴും നമ്മളുടെ അടുത്ത് യൂസ് ചെയ്യുന്നൊരു Maclaurin സീരീസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു Maclaurin സീരീസ് ആണ്. f of x equal to e raised to x log 1 plus x എന്നൊക്കെ പറയുന്നത് ഇപ്പം ബേസിക് ആയിട്ട് നമ്മൾ എല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ്. ഓക്കെ, ഇതാണ് Maclaurin സീരീസ്. ഇത് നമുക്ക് ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആൾസോ ഫൈൻഡ് ടൈലർ പോളിനോമിയൽസ് ഓഫ് ഓർഡർ 0 1 2 and 3 ജനറേറ്റഡ് ബൈ f at 0. അപ്പോൾ നമ്മൾ ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഓർഡർ എന്നില്ലേ n എത്രയാണോ അതുവരെ ആ ടൈലർ എക്സ്പ്രഷൻ എഴുതുന്നതിനെയാണ് നമ്മൾ ടൈലർ പോളിനോമിയൽ. അപ്പോൾ അവിടെ ടൈലർ പോളിനോമിയൽ അറ്റ് x equal to 0 തന്നതുകൊണ്ട് തന്നെ x equal to 0 നമുക്ക് കിട്ടുന്ന എന്താണ്? Maclaurin സീരീസ് ആണ്. സോ ഇത് തന്നെയാണ് ടൈലർ പോളിനോമിയൽ അറ്റ് x equal to 0 എന്ന് പറയുന്നതും ടൈലർ സീരീസ് അറ്റ് x equal to 0 എന്ന് പറയുന്നതും Maclaurin സീരീസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ടൈലർ പോളിനോമിയൽ അറ്റ് x equal to 0 ഓഫ് ഓർഡർ 0 ഏതാണ് കിട്ടുക നമുക്ക്? ടൈലർ പോളിനോമിയൽ അറ്റ് x equal to 0 ഓഫ് ഓർഡർ 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? p of 0. ഓർഡർ 0 കൊടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ p0 ഓഫ് x is equal to എന്ത് കിട്ടും നമുക്ക്? 0 കിട്ടും. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 എത്രയാണ്? ഓർഡർ x equal to 1 ഓർഡർ n ആവുന്നത്. ഇപ്പോൾ ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ nth പവർ വരെ എക്സിൻ്റെ nth പവർ വരെ എഴുതുക എന്നുള്ളതാണ്.
ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ് ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ n എന്ന് പറയുമ്പോൾ ആ ടൈലർ സീരീസ് എക്സ്പ്രഷനിൽ ആ nth ടേം എക്സിൻ്റെ പവർ np ആണ് n ആവുന്നത്, അതുവരെ എക്സ്പ്രഷൻ എഴുതാം. അതാണ് ടൈലർ പോളിനോമിയൽ. അപ്പോൾ ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ 1 ആവും അല്ലേ. സോ ഇവിടെ എക്സ് എന്ന് എഴുതാം, ഇത്രയേ ഉള്ളൂ. ഇനി ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 2 എന്തുണ്ടാവും? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ. ഓക്കെ, ഇതാണ് ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 0 ഇസ് ഈക്വൽ ടു 0. 0 എന്ന് എഴുതിയത് മനസ്സിലായില്ലേ? ഓർഡർ എക്സിന് 0 ആയിട്ടുള്ളൊരു പവർ ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് 0 എന്ന് എഴുതിയത്. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 ഈസ് ഈക്വൽ ടു എക്സ്. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 2 ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പവർ 2 ആവുന്നവരെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 3 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.